ലക്ഷ്യയുദ്ധം ടാസ്ക് തുടങ്ങി. തുടങ്ങിയ ഉടനെ തന്നെ എല്ലാവരും ബോക്സും എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ടാസ്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ബിഗ് ബോസിന് മനസ്സിലായി ഇവർക്ക് കളി മനസ്സിലായില്ലെന്ന്. ബിഗ് ബോസ് പറയുന്നത് ബോക്സ് പെഡസ്റ്റലിൽ വെക്കുക, ഈ ടാസ്ക് റദ്ദാക്കുവാണ്, രണ്ടാമത് വീണ്ടും തുടങ്ങുക, നിങ്ങളുടെ ബോക്സ് പെഡസ്റ്റലിൽ വെക്കുക, അത് മറ്റുള്ളവർ പരസ്പരം തട്ടിയെടുത്ത് കൊണ്ടുപോയി ബോക്സിൽ നിക്ഷേപിക്കണം, അല്ലാതെ അവരവരുടെ ബോക്സ് എടുത്തുകൊണ്ട് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ടാസ്ക് വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ അനിമോളുടെ ബോക്സ് അനീഷ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം മറ്റുള്ളവരുടെ എടുത്ത് പിടിക്കാമല്ലോ. അപ്പോൾ സാബുമോനൊക്കെ അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനീഷിന് സ്വന്തം ബോക്സ് സംരക്ഷിക്കാൻ പറ്റിയില്ല. അനീഷിൻ്റെ കയ്യിൽ നിന്നും സാബുമോൻ ആ പെഡസ്റ്റലിൽ നിന്നും എടുത്തുകൊണ്ട് ഓടിപ്പോയി ഡസ്റ്റ് ബിന്നിൽ കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ അനീഷ് ആദ്യ റൗണ്ടിൽ നിന്ന് തന്നെ ഔട്ടായ. സാബുവിന് ഏറ്റവും അരിശം അനീഷിനെയാണ് ഇപ്പം. അങ്ങനെ ഔട്ടായി. അതിൻ്റെ പുറകെ തന്നെ അക്ബർ സാബുമോൻ്റെ എടുത്തുകൊണ്ട് വന്ന് ഇടുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ ഒരാളെ മാത്രമേ ഔട്ടാക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് സാബുമോൻ ഔട്ടായില്ല. അനീഷാണ് പുറത്തായിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് അനീഷ് 50,000 രൂപ നഷ്ടം ആയിട്ടുണ്ട് അനീഷിന്. ഇതിൽ നിന്നും അനീഷ് പുറത്തായി എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യ റൗണ്ടിൽ അനീഷിനെ സാബുമോൻ പുറത്താക്കിയിരിക്കുകയാണ്. അടുത്ത ബസർ സൗണ്ട് കേൾക്കുമ്പോഴാണ്, അതുവരെ നിങ്ങൾ നിങ്ങളുടെ ജോലികൾ തുടർന്നോളാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്